excited to go inside and check what's in there. ചില യാത്രകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ല, ജീവിതം തന്നെയാണ് നമ്മളെ അതിലേക്ക് നയിക്കുന്നത്. ഈ യാത്രയും അങ്ങനെ തന്നെയായിരുന്നു. ഒരു സാധാരണ ദിവസം, ഒരു ചെറിയ തീരുമാനം, പക്ഷെ അത് മാറിയത് വലിയ ഒരു ഓർമ്മയായാണ്. നഗരത്തിൽ നിന്ന് പിന്നിട്ടപ്പോൾ തന്നെ ഹോൺ ശബ്ദങ്ങളോടൊപ്പം മനസ്സിലെ ഭാരം കൂടി പതുക്കെ അകന്നു. മുന്നിലായി നീണ്ടുകിടക്കുന്ന റോഡ്, ഇരുവശങ്ങളിലും അവസാനം കാണാത്ത മരുഭൂമി, അതിനിടയിൽ പച്ചപ്പായി വിരിയുന്ന ഒരു അത്ഭുതം. കാറിൽ നിന്നും ഇറങ്ങിയ നിമിഷം ഒരു കാര്യം വ്യക്തമായി തോന്നി. ഇവിടെ സമയം മറ്റൊരു രീതിയിൽ നീങ്ങുന്നു. കാറ്റിന് പോലും ഒരു സുഖം. The water is pretty cold, so it's kinda tough to walk through it, but I guess it's worth the scenery that we get to see once we come here. There are many Instagrammable places here. Like when you look there, you can see many people taking pictures of themselves. Specialty of Love Lake is that its top view shows the lake in the shape of two interconnected halves. But you need a drone for that. But unfortunately, we don't have a drone here. But other than that, when you come to Love Lake, you can see a lot of fishes and ducks, also swans here. And in Al Qudra, Love Lake is not the only tourist spot. There is the Flamingo Lake, and there are a bunch of other beautiful places to see here. The Love Lake is a very good place for romantic getaways. There are many photo props just for couples. Like if you look around, you can see several of them. And there are many props for Polaroid shots as well. There are many swings like this set up all over the park. So if children are coming along with you, they won't get bored. And this place is exclusively meant for barbecuing and such. It's just that you need to use a grill and bonfires are not allowed. Right next to the Love Lake, there are many places enclosed with nets where you can set up your tents and start your barbecue. So we are here at the Al Qudra Artificial Desert Oasis, and if you look around you can see that there's a lot of wildlife and vegetation in this place. The lakes are filled with fishes and ducks, and there are a lot of designated areas for BBQ and camping. So we have put up a tent in that area. So we'll be doing the BBQ next. So let's check that out. Yeah, so we'll be doing a barbecue. ഒരു 6 to 7 കിലോ വരുന്ന ലാമ്പാണ് ഇത്. മഞ്ഞപ്പൊടി ചേർത്ത് നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ അഫ്വാനിത് ബാക്കി മസാലയൊക്കെ ചേർക്കുവാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചില്ലി പൗഡർ, ടർമറിക്ക്, വീറ്റ് മസാല കുറച്ച്, പിന്നെ നമ്മുടെ മിൻറ്റ് ലീവ്സ്, കൊറിയാൻഡർ ലീവ്സ്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ, കുറച്ച് വെജിറ്റബിൾ, സവാള, ടൊമാറ്റോ, അങ്ങനെയെല്ലാം ചേർത്ത് ഇപ്പോൾ മിക്സ് ചെയ്യും. നിങ്ങൾക്ക് കാണാം. ഇതിപ്പം ചില്ലി പൗഡർ ചേർത്തിട്ട് ഒരു 15 മിനിറ്റ്സ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞ് ബാക്കി മസാലസ് ചേർത്തിട്ടുള്ളൂ.
എന്ത് സ്ഥലമായാലും അതിനെ മനോഹരമാക്കുന്നത് ആളുകളാണ്. സുഹൃത്തുക്കൾ ചുറ്റുമുണ്ടെങ്കിൽ മരുഭൂമിയും സ്വർഗമാകുന്നു. പിന്നെ ഈ യാത്രയുടെ പ്രധാന ഭാഗം ആരംഭിച്ചു. ഫുൾ മട്ടൻ ഗ്രിൽ. തീ കത്തുന്ന ശബ്ദം, മസാല പുരട്ടിയ മട്ടന്റെ സുഗന്ധം കാറ്റിൽ പതുക്കെ കലരുമ്പോൾ ഇത് ഒരു പാചകമല്ല, ഒരു അനുഭവമായിരുന്നു. നമ്മളിതിപ്പം കുക്ക് ചെയ്യാൻ പോവുകയാണ്. ചാർക്കോള് കത്തിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്, അതിലേക്ക് വെക്കുവാണ്. ചാർക്കോളെല്ലാം നന്നായിട്ട് കത്തിച്ച് കനലായിട്ടുണ്ട്. ഞങ്ങൾ ഫോയിൽ ചെയ്ത് വെച്ചിരുന്ന മട്ടൺ ഈ ചാർക്കോളിലേക്ക് കത്തിച്ച കനലിലേക്ക് എടുത്ത് വെക്കുവാണ്. ഇനി ഒരു 2 hours കഴിയുമ്പോഴത് സെറ്റ് ആവുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇത് തിരിച്ചു വെച്ച് കൊടുക്കണം. സൂര്യൻ മണലിന് പിന്നിലേക്ക് മറയുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ചെറിയ ലോകം സൃഷ്ടിക്കാൻ തുടങ്ങി. ടെന്റുകൾ ഉയർന്നു, ചെറിയ ലൈറ്റുകൾ ഇരുട്ടിൽ തെളിഞ്ഞു. ഇതൊരു ക്യാമ്പിംഗ് സെറ്റല്ല, ഒരു കുടുംബം പോലെ തോന്നി. നമ്മുടെ മട്ടൻ ബാർബിക്യൂ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിത് അത് ഓപ്പൺ ആക്കുവാണ്. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. പീസസ് എല്ലാം ഇളകി വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, എല്ലാ പീസും ഇളകി വരികയാണ്. അപ്പോൾ ഇനി ഞങ്ങളിത് കഴിക്കാൻ പോവാണ്. ഓക്കെ, മട്ടൻ റെഡിയായ നിമിഷം ആ ആദ്യ കഷ്ണം നാവിൽ വെച്ചപ്പോൾ മനസ്സിലായി, ചില രുചികൾ പാചകക്കുറിപ്പുകളിൽ നിന്നല്ല, സുഹൃത്തുക്കളിൽ നിന്നാണ്. രാത്രി വീണപ്പോൾ ലവ് ലേക്ക് ഒരു മാന്ത്രിക ലോകമായി മാറി. നമ്മൾ എത്ര ചെറിയവരാണ്, ജീവിതം എത്ര സുന്ദരമാണെന്ന് തോന്നിപ്പോയി. ഈ യാത്ര ഞങ്ങളെ പഠിപ്പിച്ചത് ഒരൊറ്റ സത്യം: സന്തോഷ സ്ഥലങ്ങളിലല്ല, നിമിഷങ്ങളിലാണ്. അത് നമ്മുടെ കൂടെയുള്ള ആളുകൾ നിറയ്ക്കുന്ന നിമിഷങ്ങൾ. തിരികെ മടങ്ങുമ്പോൾ പോലും മനസ്സ് ഇവിടെയായിരുന്നു. ലവ് ലേക്ക് ഞങ്ങൾക്ക് നൽകിയത് ഒരു ട്രിപ്പല്ല, ജീവിതത്തിന്റെ തിരക്കുകളിൽ വീണ്ടും വീണ്ടും തിരിച്ചു വരാൻ മനസ്സാഗ്രഹിക്കുന്ന ഒരു ഓർമ്മ. ലവ് ലേക്ക് ഒരിക്കൽ വന്നാൽ എപ്പോഴും ഹൃദയത്തിൽ താമസിക്കുന്ന ഒരു സ്ഥലം.